ഓർത്തഡോക്സ് സഭയ്ക്ക് തിരിച്ചടി. ആഗോള ഓറിയന്റൽ ഓർത്തഡോക്സ് സഭ കൂട്ടായ്മയിൽ നിന്നും മലങ്കര ഓർത്തഡോക്സ് സഭ പുറത്തേക്ക്. മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവയെ ബദൽ കാത്തോലിക്ക എന്ന് വിശേഷിപ്പിച്ച് പാത്രിയാർക്കീസ്മാർ. ബദൽ മാർഗം എന്ന രീതിയിൽ റഷ്യൻ ഓർത്തഡോക്സ് സഭയും കാത്തോലിക്ക സഭയുമായി കൂടുതൽ അടുക്കാനൊരുങ്ങി മലങ്കര ഓർത്തഡോക്സ് സഭ. കൊച്ചിയിൽ നിന്ന് അനിൽ ജോർജ് ചേരുന്നുണ്ട് നമുക്കൊപ്പം. അനിൽ, ഗുഡ് മോർണിംഗ്. സഭകളിൽ നടക്കുന്നത് എന്താണ്? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. സഭകളിൽ വലിയ തോതിലുള്ള പിളർപ്പ്, വലിയ തോതിലുള്ള പരസ്പരമുള്ള തള്ളിപ്പറയൽ എന്നിവയ്ക്ക് വേദിയാവുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായുള്ളത് ആഗോള ഓർത്തഡോക്സ് സഭയുടെ കാര്യത്തിൽ സംഭവിച്ച ഒരു വലിയ പ്രഖ്യാപനമാണ്. ആഗോള ഓർത്തഡോക്സ് സഭ കൂട്ടായ്മയിൽ നിന്ന് കേരളത്തിലെ, ഇന്ത്യയിലെ ഒരു സുപ്രധാന സഭയായ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള കോട്ടയം ദേവലോകം ആസ്ഥാനമായുള്ള മലങ്കര ഓർത്തഡോക്സ് സഭ പുറത്തേക്ക് പോകുന്നു എന്ന വാർത്തയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നിഖ്യ സുനകദോസിൻ്റെ 1700ാമത് വാർഷിക വേളയുമായി ബന്ധപ്പെട്ട ആലോചനാ യോഗം കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ കൂടുകയുണ്ടായി. ആ യോഗത്തിൽ വെച്ചാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനമുണ്ടായത്. പാത്രിയർക്കീസുമാരായ അലക്സാണ്ട്രിയയിലെ തവോദ്രോസ് രണ്ടാമൻ പാപ്പ, അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസ് അഫ്രേം രണ്ടാമൻ പാത്രിയർക്കീസ് ബാബ, സിലീഷ്യയിലെ അർമേനിയൻ കാതോലിക്കോസ് ആറാം ഒന്നാമൻ കാതോലിക്ക ബാബ എന്നിവർ ഒപ്പിട്ട ഒരു സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യമുള്ളത്. ഇതിൽ ഓർത്തഡോക്സ് സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഭയായ യാക്കോബായ സഭയുടെ പാത്രിയർക്കീസ് അംഗീകരിച്ച കാതോലിക്ക, അതായത് കേരളത്തിലെ യാക്കോബായ സഭയുടെ കാതോലിക്കയാണ് യഥാർത്ഥത്തിലുള്ള കാതോലിക്ക എന്നാണ് ഇവർ വിശേഷിപ്പിക്കുന്നത്. മറിച്ചുള്ളത് ഒരു ബദൽ സംവിധാനമാണ് എന്നവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ഈ ഓർത്തഡോക്സ് സഭയുമായി ഉള്ള കൂദാശ മുടക്കുകൾ സംബന്ധിച്ച് പാത്രിയർക്കീസ് ബാബ പുറത്തിറക്കിയ കൽപ്പനയ്ക്ക് തങ്ങൾ അംഗീകാരം നൽകുന്നു എന്നുമാണ് ഈ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ സംയുക്ത കൂട്ടായ്മയുടെ തലവന്മാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം കടുത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചുകൾ തങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിൽ അതിന് ഒരു കൃത്യമായ രൂപം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ഓർത്തഡോക്സ് സഭയ്ക്ക് നന്നായി അറിയാം. തന്നെയുമല്ല, ഈ അടുത്ത കാലത്ത് വലിയ പ്രതിസന്ധിയിലൂടെ സഭ കടന്നു പോവുകയാണ്. മെത്രാപ്പൊലീത്തമാർ പലരും അസ്വസ്ഥരാണ്. പള്ളിപിടുത്തം അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചില മെത്രാന്മാർ വലിയ തോതിൽ പ്രതിഷേധം രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു കൂട്ടായ്മയിൽ നിന്ന് പുറത്തേക്ക് പോകുക എന്നത് അവർക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. ഇതിനൊരു ബദൽ സംവിധാനം, പക്ഷേ ഇത്തരം സൂചനകൾ കുറേ നാളുകളായി പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അതിനാൽ തന്നെ ചില ബദൽ മാർഗങ്ങൾ ഓർത്തഡോക്സ് സഭ സ്വീകരിക്കുന്നുമുണ്ട്. കത്തോലിക്ക സഭയുമായുള്ള കൂദാശ പങ്കുവെക്കൽ അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തോതിൽ ചർച്ചകളുമായി അവർ മുമ്പോട്ട് പോവുകയും ചെയ്തു. ഏതാണ്ട് കൂദാശകൾ പരസ്പരം പങ്കുവെക്കാമെന്ന ധാരണയിൽ വത്തിക്കാനുമായി അവർ രേഖകൾ ഒപ്പിടുകയും ചെയ്തു. സമാനമായ നിലയിൽ ഓർത്തഡോക്സ് സഭകളുടെ മറ്റൊരു കൂട്ടായ്മയ്ക്ക് ഇപ്പോൾ അവർ ശ്രമം തുടങ്ങിയിട്ടുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് റഷ്യൻ ഓർത്തഡോക്സ് സഭയുമായി ചേർന്ന് ഒരു ബദൽ ഓർത്തഡോക്സ് സഭാ കൂട്ടായ്മ രൂപപ്പെടുത്താൻ, ആഗോളതലത്തിൽ ഒരു ബദൽ ഓർത്തഡോക്സ് സഭാ കൂട്ടായ്മ രൂപപ്പെടുത്താനുള്ള ശ്രമത്തിലുമാണ് അവർ. സേതുലക്ഷ്മി. ഓക്കെ അനിൽ, വ്യക്തമാണ്. ആഗോള ഓർത്തഡോക്സ് സഭ കൂട്ടായ്മയിൽ നിന്നും മലങ്കര ഓർത്തഡോക്സ് സഭ പുറത്തേക്ക്. നിർണായകമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു അനിൽ ജോർജ്, കൊച്ചിയിൽ നിന്ന്.